അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ എത്തിയത്. നിങ്ങൾക്കറിയാം, മാധ്യമപ്രവർത്തകരൊക്കെ എല്ലാ ദിവസവും ഇവിടെ കാത്തു നിന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് താല്പര്യമെടുത്തിട്ടുണ്ട്. വലിയ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ചർച്ചയെ കണ്ടതും ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ടും നമുക്ക് സാധിച്ചിരിക്കുന്ന അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് ഇത്തരം ഒരു വളരെ സങ്കീർണമായ ഒരു വിഷയം, നമുക്കറിയാം, ഏതാണ്ട് 4-5 പതിറ്റാണ്ട് കാലം കോടതി വ്യവഹാരത്തിലൂടെ നടന്ന ഒരു വിഷയം, വളരെ സങ്കീർണമായ ഒരു വിഷയം, അത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അതെല്ലാവരും അതിനോട് സഹകരിച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നിലയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കുടുംബങ്ങളുടെ കാര്യത്തിൽ പട്ടികജാതി കുടുംബങ്ങളാണ്. അവര് അവിടെ ഈ എല്ലാ സൗകര്യങ്ങളും അവരുടെ ഉപജീവന മാർഗവും ഒക്കെ ഇതുമായി ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് 5 സെന്റിലേക്ക് മാറുമ്പോൾ അവർക്ക് മാറേണ്ടതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ആ കുടുംബങ്ങൾക്ക് ഒരു സർക്കാർ എന്ന നിലയിൽ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും തുടർന്നും കൊടുക്കുവാനായിട്ടും സർക്കാർ കൂടെ ഉണ്ടാവും. അതോടൊപ്പം ഈ ഭൂമിയെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി വീടുകൾക്ക് മാറി താമസിക്കാനും മറ്റ് എതിർകക്ഷികൾക്ക് അവർക്കും അവരുടെ ബാക്കിയുള്ള സ്ഥലം ഉപയോഗിക്കാൻ തരത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം, സമാധാനമായ ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ അവസാനം വരെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. അത് അളന്ന് തിട്ടപ്പെടുത്തി നമ്മളിത് ഈ വസ്തുവിന്റെ ഒരു സൈഡ് തീർത്ത്, തെക്ക് ഭാഗത്ത് സൈഡ് തീർത്ത് നമ്മളത് അളന്ന് കൊടുക്കുന്നതായിരിക്കും. വഴിയും കൊടുക്കും. എങ്ങനെ? അല്ല, ഞാൻ മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ന്യായമായ ആവശ്യങ്ങൾ ഇരുഭാഗത്തും അവർ പല ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു ചർച്ചയുടെ ഓരോ ഘട്ടത്തിലും. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായും ഇത് തൃപ്തമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ തൃപ്തമാണെന്നില്ല. അവർക്ക് വിഷമമുണ്ട്. ആ കുടുംബങ്ങളെ സംബന്ധിച്ച് വൈകാരികമായിട്ട് അവർ ജനിച്ചു വളർന്ന വീടും സ്ഥലവും ഒക്കെയാണ് പലരുടെയും. അപ്പോൾ അത് വിട്ടു പോകുന്നതിന്റെ അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് അത് കൈവിട്ടു പോകുന്നതിന്റെ വിഷമം സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമുക്ക് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ചില പരിമിതികൾ. എറണാകുളത്തെ പ്രതിഷേധത്തിനും സമരത്തിനും ഒടുവിൽ എറണാകുളം പാരിയത്തുകാവിലെ ഭൂപ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയുകയാണ് മന്ത്രി റോജി എം ജോൺ.